ദേശീയ പുരസ്കാരം MFOI കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയിൽ നിന്നും ഏറ്റുവാങ്ങാൻ ഡൽഹിയിൽ എനിക്ക് പോകാൻ സാധിച്ചു. ഞാൻ രാജാക്കാട് ഏലം പാല എസ്റ്റേറ്റ് എന്ന പേരിൽ ഏലത്തോട്ടം നടത്തി വരുന്ന ആളാണ്. 35 കൊല്ലമായിട്ട് ആ ഫീൽഡിൽ പ്രവർത്തിക്കുന്നു. നൂതനമായ സാങ്കേതികവിദ്യയിൽ പ്രകൃതി സൗഹൃദമായിരിക്കണം, സാങ്കേതികവിദ്യയിൽ അധിഷ്ഠിതമായിരിക്കണം, വിപണന സൗഹൃദ മൂല്യം ഉണ്ടായിരിക്കണം, യുവ തലമുറകളെ കൂടുതൽ ആകർഷിക്കുവാനും പരമ്പരാഗത കൃഷി രീതി സംരക്ഷിക്കുവാനും ആകണമെന്ന് ഞങ്ങൾ ഡൽഹിയിൽ പോയ യോഗം നിർദ്ദേശിച്ചു. എന്നെ പ്രമുഖ പ്ലാന്ററായ പാല വെള്ളിയപ്പള്ളി പരാതനായ VN ജോസഫിൻ്റെ മകനാണ് ഞാൻ. അദ്ദേഹം കൃഷിയിൽ ഞാൻ ഡിഗ്രിക്ക് ശേഷം അദ്ദേഹത്തോട് കൂടത്തിൽ ചേരുകയും 35 കൊല്ലമായിട്ട് ഏലം കൃഷിയിൽ പ്രവർത്തിച്ചു വരികയും ചെയ്യുന്നു. എൻ്റെ മകൻ ഇപ്പോൾ ജോയൽ മൈക്കിൾ ഏലകൃഷിയിൽ എന്നോടൊപ്പം സഹായിക്കുന്നു. ഓസ്ട്രേലിയയിലായിരുന്നു. വിദേശ പഠനത്തിന് ശേഷം ഇവിടെ വന്ന് എന്നോടുകൂടി കൃഷിയിൽ നോക്കുകയും മികച്ച രീതിയിൽ ഏലം കൃഷി ചെയ്ത് കൂടുതൽ ഉൽപ്പാദനവും അതുപോലെ തന്നെ ജൈവവള കൃഷിയിലൂടെ കൂടുതൽ വിഷങ്ങൾ ചേർക്കാതെ നമ്മൾ ഈ ഏലം ഉൽപ്പാദിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. നല്ല ഏലകൃഷി ഒരു ഏക്കറിന് ഏകദേശം ഒരു 600 കിലോ 700 കിലോ വരെ എടുക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ നല്ല രീതിയിൽ പ്രവർത്തിച്ചതെന്നുള്ളതാണ് ഈ ദേശീയ പുരസ്കാരം എനിക്ക് കിട്ടുവാൻ ഇടയായത്. ഇപ്പോഴത്തെ യുവതലമുറ കാർഷിക രംഗത്തോട് അഭിരുചി കാണിക്കാതെ മാറി നിൽക്കുന്ന വിദേശ പഠനത്തിലുമാണ്. താങ്കളുടെ മക്കൾ ഈ കൃഷി രീതിയിൽ താങ്കളെ സഹായിക്കുന്നുണ്ടോ? സഹായിക്കുന്നുണ്ട്. ഓസ്ട്രേലിയൻ ജോലിയായിരുന്നു. ഞാൻ എൻ്റെ പിതാവിൽ നിന്നും പഠിച്ചൊരു പാഠം കൃഷി നന്നായിട്ട് ചെയ്താൽ കൂടുതൽ ലാഭം ഉണ്ടാക്കാനും കൃഷിയിൽ നിന്ന് പുറത്തു പോകുന്നതിനേക്കാൾ കൂടുതൽ അവരുടെ കുടുംബജീവിതവും കുറച്ചും കൂടെ ബെറ്റർ ആകുമെന്ന് അവരോട് പറഞ്ഞ് മനസ്സിലാക്കുകയും അവർക്ക് വേണ്ട പ്രോത്സാഹനം നൽകുകയും ചെയ്തുകൊണ്ട് മാൻ തിരിച്ച് എൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ സഹായിക്കുവാനുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കത്തോലിക്ക സഭ ഇപ്പോൾ പ്രത്യേക ഒരു ഊന്നൽ കൊടുത്തു. വിദേശത്തെ ജോലിയേക്കാൾ ഉപരി നമ്മുടെ കൃഷി രീതികളും മറ്റ് സാങ്കേതിക വിദ്യകളും സ്വീകരിച്ചുകൊണ്ട് കാർഷിക വൃത്തി നിൽക്കുകയാണെങ്കിൽ അതിനേക്കാളും കൂടുതൽ കാശ് ഉണ്ടാക്കാമെന്ന് സഭ പ്രത്യേകം പറയുന്നുണ്ട്. അത് യുവതലമുറ ഉൾക്കൊള്ളുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കും മക്കൾ ഈ കാർഷിക വൃത്തിയിലോട്ട് തിരിഞ്ഞതല്ലേ? സഭ എപ്പോഴും അതിന് ഊന്നൽ കൊടുക്കാറുണ്ട്. യുവതലമുറ എപ്പോഴും പുറത്തേക്ക് പോകണം എന്നുള്ള ചിന്താഗതി. അകത്തും കാശ് ഉണ്ടാക്കാം. ഈ ജൈവവളം ആണല്ലോ കൃഷി ചെയ്യുന്നത്. ഈ ജൈവവളം എങ്ങനെയാണ്? ചാണകമാണോ അതോ? ചാണകവും പിന്നെ അതിൻ്റെ ഗോമൂത്രവും ഉപയോഗിച്ച് നമ്മളൊരു സ്ലറി ആയിട്ടുണ്ടാക്കി അത് പുളിപ്പിച്ചൊക്കെ വെള്ളം ചേർത്ത് 10 ഇരട്ടി വെള്ളം ചേർത്ത് കൊടുക്കുന്ന ഒരു പരിപാടി.